ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചെറുക്കുട്ടനെ വിഷുവിന് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ണിക്കണ്ണനായിട്ട് ഒരുക്കി ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പം തന്നെ വിഷു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം അടുപ്പിച്ചാവാറായി. എന്നാൽ ഈ വീഡിയോ എനിക്ക് പെൻഡിങ് ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അതെനിക്ക് സെറ്റ് ചെയ്ത് വോയിസൊക്കെ പറയേണ്ട ടൈം കിട്ടിയത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഉണ്ണിക്കണ്ണനെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫുൾ മോളാണ് കേട്ടോ ക്ലിയർ ചെയ്ത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചെല്ലാം സെറ്റ് ചെയ്തു. എൻ്റെ സാരിയൊക്കെ മോള് ഇങ്ങനെ നമ്മൾ രണ്ട് കോസ്റ്റ്യൂമിലാണ് കേട്ടോ ചെയ്തത് വാവനെ. അപ്പം ദാണ്ട് ആദ്യത്തെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഈ വേഷമാണ് കേട്ടോ ഇഷ്ടമായത് എൻ്റെ കണ്ണനെ. നിങ്ങൾക്ക് ഏത് കോസ്റ്റ്യൂമാണ് എൻ്റെ കണ്ണൻ്റെ ഇഷ്ടമായിന്ന് പറയണം കേട്ടോ കമൻറ്റിൽ. മോൾ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. ചെറുക്കുട്ടൻ്റെ വാശി അതിൻ്റെ ഇടയിൽ അത് വാശി മാറ്റാനും കരച്ചിൽ മാറ്റാനൊക്കെ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ മോനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുക്കുട്ടൻ്റെ ചേട്ടച്ചനാണ് കേട്ടോ നമ്മുടെ വിഷുവിൻ്റെ ഷൂട്ടൊക്കെ എൻ്റെ വാവിനെ ഷൂട്ട് ചെയ്തത്. ആദ്യമൊന്നും കുഴപ്പമില്ലാണ്ട് നല്ല ഇരിക്കത്തില്ലല്ലോ അധികം, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അധികം ഇരുന്ന് തുടങ്ങി. ഇപ്പം നാളെ ഇരിക്കാവോ എഴഞ്ഞോടുക പാട്ട് ബഹളമാട്ടോ. ഇപ്പം ആദ്യം നമ്മളിപ്പോൾ ഒരു മാസം ആയിട്ടില്ലല്ലോ, എന്നാലും അപ്പോൾ ഇരുന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വീണ് പോകുമെന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അമ്മാമ്മയുടെയും ചേട്ടച്ചേൻ്റെയും ചെറുക്കുട്ടൻ്റെ അമ്മയുടെയൊക്കെ കഠിന പ്രയത്നമാണ് കേട്ടോ ഇതിൻ്റെ മേളിൽ. എന്ന് വെച്ചാൽ ചെറുക്കുട്ട ഇരിക്കണമല്ലോ. പിന്നെ ചെറുക്കുട്ടൻ്റെ വാശി, ആ മുന്തിരി ഉണ്ടോ, മുന്തിരി എടുക്കാൻ വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് വാശി പിടിച്ച് കരച്ചില്ല. ഞാനാണെങ്കിലും അടുക്കളയിൽ ഓരോ പാത്രങ്ങളോ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മേളിലിങ്ങനെ കിലുക്കി കാണിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ഇങ്ങനെ നോക്കുക. അല്ലെങ്കിൽ ഫുള്ളിങ്ങനെ കുനിഞ്ഞിരുന്ന് കളിയുക, അതൊക്കെ ചെയ്തു. പിന്നെ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചെറുകുടിൻ്റെ ചേട്ടച്ചൻ വലിയ മിടുക്കനാണ് കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്, ഷൂട്ടൊക്കെ ചെയ്യാൻ. അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കാണാത്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഓടക്കുഴൽ കണ്ട് അതിന് കുറച്ച് നേരം കരയാതെയൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് നേരം റിലാക്സ് ചെയ്തു ആ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത കോസ്റ്റ്യൂം ഇട്ടത്. അപ്പോൾ ജന്മാഷ്ടമിക്കൊക്കെ ഒരുക്കത്തില്ലേ ആ കൃഷ്ണനാക്കിയാണ് മോൾ ഒരുക്കി എടുത്തത് കേട്ടോ. കുട്ടനെ ഇതാന്ന് തോന്നുന്നു വലിയ ഇഷ്ടമായത് കേട്ടോ. മൈപ്പീലിയും കിരീടമൊക്കെ വെച്ചിട്ട് ഈ ചട്ടിയാണെങ്കിലും മോൾ പൊങ്കാലയ്ക്ക് മേടിച്ചതാണ് കേട്ടോ. എന്നിട്ട് അതിൽ പെയിൻ്റൊക്കെ മേടിച്ചടിച്ച് അതിനെ സെറ്റ് ചെയ്തു. പിന്നെ ഈ കോസ്റ്റ്യൂമിന് നമ്മൾ വേറൊരു സാരിയാണ് കേട്ടോ ഇട്ടത്. ഫ്രൂട്ട്സൊക്കെ മാറ്റിയതിന് ശേഷം ഈ ചട്ടി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. മൈപ്പീലിയും അതൊക്കെ വെച്ചിട്ട് ഈ കൃഷ്ണനെയാണോ ഫസ്റ്റ് കൃഷ്ണനെയാണോ ഇഷ്ടമായെന്ന് കമൻറ്റ് ഉറപ്പായിട്ട് അറിയിക്കണം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക.
കൃഷ്ണന് കല നല്ല ഇഷ്ടമായി കേട്ടോ. മോള് വെണ്ണയൊക്കെ വയ്ക്കണമെന്നൊക്കെ വിചാരിച്ച് അതൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അതൊക്കെ വാരി മുഖത്ത് തേക്കുക കഴിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ചെറുക്കിട്ട് വലുതാവുമല്ലോ, അപ്പം നല്ല രീതിയിൽ നമ്മൾക്ക് ഉണ്ണിക്കണ്ണനായിട്ട് ഷൂട്ടൊക്കെ ചെയ്യാം. ഈ വേഷമൊക്കെ ഇട്ടപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്ന സമയം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മോളെ 7 മാസം ഒക്കെ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണനാന്ന് അമ്മ പറയും. കൃഷ്ണൻ തന്നെ അമ്മയുടെ പുറത്ത് വയറിലൊക്കെ ഇരുന്ന് കളിച്ചു. കൃഷ്ണനാന്ന് അമ്മ പറയും. മോളാന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് മോളാന്ന് തോന്നിയത്. പക്ഷേ കൃഷ്ണനെ പോലെ തന്നെയാന്ന് അമ്മ പറയുമായിരുന്നേ. അപ്പോൾ എനിക്ക് കൃഷ്ണനെ പോലെ ഒരുക്കിയപ്പോൾ എനിക്ക് അമ്മ പറഞ്ഞത് തന്നെയാണ് എൻ്റെ മനസ്സിലിങ്ങനെ വന്നിട്ടേ ഇരുന്നത്. മോളെ ഡ്രസ്സും ഒരുങ്ങിയതും ഒക്കെ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായി കേട്ടാ. മോളൂട്ടിയുടെ എല്ലാ അടവും എടുത്ത് മോൻ കരയാതെ പിടിച്ച് നിർത്താനായിട്ട്. പിന്നെ ചെറുക്കുട്ടൻ്റെ സ്വഭാവമൊക്കെ മാറി കരയാനൊക്കെ തുടങ്ങി. എന്നുവെച്ചാൽ ഓടക്കുഴൽ മാറ്റിയോണ്ടാണ് കേട്ടോ. ഓടക്കുഴൽ നല്ല ഇഷ്ടമായി. പിന്നെ കണ്ണിലൊക്കെ കുത്തുമെന്ന് വെച്ചിട്ട് വായിൽ കടിക്കുക. അതുകൊണ്ട് കുറച്ച് പിടിച്ച് വാങ്ങിച്ചപ്പോൾ ഉടൻ വീണ്ടും കരയും. മോളും ചെറുക്കുട്ടനും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മോളുടെ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ചെറുക്കുട്ടനെ ഒന്ന് മേക്കി എടുക്കാനായിട്ട്. അയ്യോ വലിയ പാടായിരുന്നു. പക്ഷേ മോള് വിചാരിച്ച പോലെ മോൾക്ക് എല്ലാം ചെയ്യാൻ പറ്റി. അതാണ് മോളുടെ സന്തോഷം. ഹിന്ദി കൃഷ്ണനെ പോലെയൊക്കെ ഉണ്ടായിരുന്നില്ലേ, നല്ല മാലയും ഒക്കെ മോളെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാം ഡ്രസ്സും ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം എൻ്റെ കൃഷ്ണനെ. നമ്മളന്ന് രാവിലെ തന്നെ എല്ലാ ഫുഡൊക്കെ ഒരുക്കി എല്ലാം കഴിഞ്ഞ് ഫുൾ ടൈമും ചെറുക്കുട്ടൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. ഇത്രയും നമുക്ക് ഇതെല്ലാം മാറി മാറി നമ്മളെ കരച്ചിൽ മാറ്റുക, അത് ചെയ്യുക. പിന്നെ ഒരു ടാസ്ക് തന്നെയായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഒതുക്കലും പറക്കലും ഒക്കെ ആയിട്ട് ഒരുപാട്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുറച്ച് ദിവസം കൂടി ഈ ടൈമൊക്കെ ആയിരുന്നേൽ ഇരിക്കത്തില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഫുള്ള് എഴഞ്ഞ് നടന്നു ഓട്ടമാണ്. ഭയങ്കര നിർബന്ധവും വാശിയാണ് എൻ്റെ ചെറുക്കൂട്ടനിപ്പോൾ. പിന്നെ എത്ര വാശിയായിരുന്നാലും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ അമ്മയും ആരും മോശമല്ലല്ലോ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും. അപ്പൂപ്പനായിരുന്നാലും ആരായില്ല. അതുപോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഇതായിട്ട് പോസൊക്കെ ചെയ്ത് തരും. അപ്പോൾ ഈ സാധനങ്ങൾ കണ്ടപ്പോൾ ഏതൊക്കെ എടുക്കണം അങ്ങനത്തെയൊക്കെ ഒരു വാശിയും ഉറക്കവും പിന്നെ വന്നൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ പിന്നെ ഷൂട്ടൊക്കെ മതിയായി, ഇത്രയും ഫോട്ടോസൊക്കെ എടുത്തു മതിയായി.
പിന്നെ എൻ്റെ കൃഷ്ണനെ വെച്ച് 1-2 റീലൊക്കെ എടുത്തു അമ്മമ്മ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റീലൊക്കെ എടുക്കാൻ. അതിൽ തന്നെ എൻ്റെ ചെറുക്കുട്ടൻ്റെ ഭംഗി നോക്കി ആസ്വദിച്ച് അങ്ങനെ തന്നെ ഇതിലിരിക്കും കേട്ടോ. ഇത്രയും നേരം തലയിൽ എന്തോ ഉണ്ടായിരുന്നില്ലോ, ആ കിരീടം എവിടെ പോയി എന്നാണ് അതിശയിച്ച് എൻ്റെ ചെറുക്കുട്ടൻ നോക്കുന്നത്. പിന്നെ ചെറുക്കുട്ടനെ മേച്ചിൽ നമ്മളൊന്ന് ആകെ ടയേർഡായി. ഞാനിനി ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു മോളൂട്ടി പറഞ്ഞു, ഇല്ല അമ്മ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കണം. അങ്ങനെ പിന്നെ വീണ്ടും ഒരു സെറ്റ് സാരിയൊക്കെ എടുത്ത് കൊടുത്തു. സെറ്റ് സാരിയല്ല, സെറ്റ് മുണ്ടും അതൊക്കെ കൊടുത്തു. ചെറുക്കുട്ടൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി. പിന്നെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ ചെറുക്കുട്ടനെ വെച്ച് എടുത്തായിരുന്നേ. എൻ്റെ കോസ്റ്റ്യൂം എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ വിഷു ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗെയ്സ്. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുമല്ലോ എൻ്റെ ഈ വീഡിയോയ്ക്ക്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഉണ്ണിക്കണ്ണനെ ഇഷ്ടമായൊരു ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാമായിട്ട് നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എൻ്റെ ചെറുക്കുട്ടൻ മാല പൊട്ടിക്കാൻ തയ്യാറായിട്ട് ഇത്രയും നേരം തന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചെറുക്കുട്ടനോട് ഒരുപാട് താങ്ക്സ് കേട്ടോ. നല്ല ചേട്ടച്ചനാണ്, ചെറുക്കുട്ടൻ്റെ ചേട്ടച്ചനാണ്. വീഡിയോ ഒക്കെ എടുത്ത്